ഇന്നത്തെ ട്രിപ്പിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ തന്നെയല്ല പോകുന്നത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ ട്രിപ്പ്. നമ്മൾ പോകുന്നത് ഇപ്പോൾ സ്നേഹതീരം ബീച്ചിലേക്കാണ്. നമ്മൾ എൻട്രൻസ് വരെ എത്തിയിട്ടുണ്ട്. എൻട്രൻസിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കിഡിലൻ പാർക്കാണുള്ളത്. കുട്ടികളെ കൊണ്ട് നന്നായി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ. പക്ഷെ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി. കുട്ടികൾക്ക് മുഴുവൻ ബീച്ചിലേക്ക് പോകാനായിരുന്നു തിടുക്കം. പാർക്ക് വേണ്ടാന്നും പറഞ്ഞ് എല്ലാവരും ബീച്ചിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. തൃശ്ശൂരിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് സ്നേഹതീരം ബീച്ച്. നല്ല കിഡിലൻ ആംബിയൻസ് ആണ്. ഏത് ഏജിലുള്ളവർക്കും വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്ലേസ്. ഞങ്ങൾ പോയ ട്രിപ്പിൽ തന്നെ പറയുകയാണെങ്കിൽ 3 ജനറേഷനിൽ പെട്ട ആളുകളാണുള്ളത്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ആസ്വദിച്ച് തിമർത്തൊരു ദിവസമായിരുന്നു ഇത്. പക്ഷെ വെള്ളത്തിൽ കടന്ന് മറിയായിരുന്നു. ഇതിൽ ആദ്യമായിട്ട് ബീച്ചിൽ ഇറങ്ങുന്നവർ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ആദ്യം പേടിയാണെങ്കിലും വെള്ളത്തിൽ കളിച്ച് ആ ബീച്ചിനോടുള്ള പേടിയേ പോയി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ ചാടും മറിയൊക്കെ ചെയ്യും. ആ വെയിറ്റിന്റെ ഇടയിലൊക്കെ പെട്ട് ചെവിയിലും മൂക്കിലൊക്കെ വെള്ളം പോകാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള അക്സസറീസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ റിസ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു കാരണവശാലും ഇതൊന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് വരരുത്. കാരണം ഇങ്ങനെ പറയുന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതിന്റെ സൺഗ്ലാസ് ഒക്കെ വെള്ളത്തിൽ പോയി. അത് ഒരു തവണ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല എന്നുള്ളത് ഷുവറാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് വെള്ളത്തിൽ ചാടാനും മറിയും ഒക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മണലൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ എന്നുള്ളൊരു വിഷമം വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ട് ചെറിയൊരു പേയ്മെന്റ് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എത്ര നമ്മൾ വെള്ളത്തിൽ മറിഞ്ഞാലും ചാടിയാലും ഒക്കെ ശരി, നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഇന്ന് സൺഡേയും വെക്കേഷനും എല്ലാം കൂടെ ആയതുകൊണ്ട് തോന്നുന്നു ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ വന്നിരുന്ന സമയത്ത് ഒരു വർക്കിംഗ് ഡേയിലാണ് വന്നിരുന്നത്. അന്ന് ഇത്രയും ആളുകളില്ല എന്നാ തോന്നിയിരുന്നത്. അന്ന് പക്ഷെ ബീച്ചിന്റെ വേറെ സൈഡിലാണ് ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. അവിടെ കുറെ ഷെല്ലുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഷെല്ലുകളൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ തവണ മോൻ കുറെ ഷെല്ലൊക്കെ തേക്കിയിട്ടാണ് വീട്ടിൽ പോയത്. പിന്നെ ഇത്തവണ ഇവിടെ പുതിയതായിട്ട് കണ്ടൊരു സംഭവമാണ് ഈ സ്പീഡ് ബോട്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞാൽ ചിലവർക്കൊക്കെ കയറാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ മെജോറിറ്റിയും പേടിയായതും പിന്നെ വെള്ളത്തിലുള്ള കളിയുടെ ഇടയിൽ ഇത് വന്ന് കയറാനും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇതിൽ കയറി നോക്കിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് കയറി നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പണ്ട് ടിവിയിലും സിനിമയിലൊക്കെ ഈ കടൽ കാണുമ്പോൾ വിചാരിച്ചിരുന്നു എന്ത് പ്രത്യേകത ഈ കടലിനുള്ളത് എന്ന്. പക്ഷെ ഒരു തവണ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം, നമ്മളുടെ എന്ത് സ്ട്രെസ്സുകളായിക്കോട്ടെ എന്ത് ടെൻഷൻ ആയിക്കോട്ടെ കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കൽ പവർ തന്നെ ഉണ്ട് കടലിന്. പിന്നെ വൈകുന്നേരം സൺസെറ്റ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറേ ലെങ്തി ആയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ട്രാവൽ വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.